ഹലോ, ഇന്ന് ഞാനൊരു സിമ്പിൾ സമൂസ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഷീറ്റൊക്കെ ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1-2 പച്ചമുളക്, വേവിച്ച് വെച്ച ചിക്കൻ. അപ്പം ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകും ആദ്യം തന്നെ വാട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, തക്കാളിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയായിട്ടോ ഞാൻ എടുത്തത്. വാടിയ ഉള്ളിയിലേക്ക് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിക്കോട്ടെ. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ സംഭവം മസാല ഇത്രയേ ഉള്ളൂ. മസാല സെറ്റായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം സമൂസ ഷീറ്റ് മടക്കി അതിലേക്ക് നിറച്ചു കൊടുത്ത് മടക്കി പൊരിച്ചെടുക്കാം. അപ്പം ഞങ്ങൾ 1-2 തവണ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഷീറ്റാട്ടോ ഇത്. അപ്പോൾ പശയായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് മൈദ കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതാ ഇങ്ങനെ മടക്കുക, പിന്നെ ഒരു സൈഡിലേക്ക് വീണ്ടും മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മസാല അത് നിറച്ച് കൊടുക്കാം. വീണ്ടും ഇതാ ഇങ്ങോട്ട് മടക്കുക. കുറച്ച് കൺഫ്യൂഷൻ ആവട്ടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ. കുറേ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എനിക്കിത് ശരിയായത്. എന്നിട്ട് നമ്മുടെ മൈദ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മടക്കി ഇതിൽ നിറച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചധികം മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഫുള്ള് നമ്മൾ മടക്കി സമൂസൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാവണം കേട്ടോ ഓയിൽ. എന്നിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇടുക, ഒന്ന് തിളയ്ക്കുക, അങ്ങോട്ട് മറിച്ചിടുക, അങ്ങോട്ട് കോരിയെടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. സംഭവം വേഗം തന്നെ സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതാ സമൂസ 1-2 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ടുക, കോരുക. അങ്ങനെയായി നമ്മുടെ സമൂസ ഫുൾ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ച് നോക്കണ്ടേ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.